എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും. അപ്പം നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് നമ്മൾ ഇനി അടുത്ത് പോകുന്നത് നമ്മൾ പൈൻ ഫോറസ്റ്റിലോട്ടാണ് പോകുന്നത്, ഇനിയും യാത്ര തിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇൻസ്റ്റാമാസ് മലുവിലേക്ക് സ്വാഗതം. പൈൻ ഫോറസ്റ്റ് നമ്മുടെ വാഗമൺ ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ആ ചുറ്റോളിൽ തന്നെയാണ് നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം ഉള്ളത്. ഇതൊരു പൈൻ മരങ്ങളുടെ ഒരു കൂട്ടം തന്നെയാണ്. ഇവിടെ നിങ്ങളിൽ പലരും ഇവിടെ വന്നു പോയിട്ടുണ്ടായിരിക്കാം. കൂടുതൽ ഇവിടെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളാണ് ഇവിടെ നടക്കാറുള്ളത്. നവംബർ ഡിസംബർ സമയത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണിത്. നല്ല തണുപ്പും നല്ലൊരു കാലാവസ്ഥ, ചില സമയങ്ങളിൽ കോടയും ഉണ്ടായിരിക്കും. ഇവിടെ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വൈബായിരിക്കും ഇവിടെ. ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും പറ്റിയൊരു ലൊക്കേഷനാണ്. ഇവിടെ നോക്കിയാലും നല്ല ഫ്രെയിമുകളാണ്. ഇവിടെ നല്ല ആൾക്കൂട്ടമാണ്. നമ്മുടെ നാട്ടുകാർ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും ഫോറിനേഴ്സും ഒക്കെ വരുന്നുണ്ട്. എപ്പോഴും നല്ല ആൾക്കൂട്ടമായിരിക്കും. നല്ലൊരു വൈബുള്ള പ്രദേശം തന്നെയാണ്. കുറേ ആൾക്കാർ ഒരു സൈഡിൽ ഭയങ്കര പാട്ടും ഡാൻസും, നല്ലൊരു എൻജോയ്മെന്റ് മൂഡാണ് ഇവിടെ എപ്പോഴും. പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളൊരു വഴിക്കാവും. അതുപോലെ നല്ല നല്ല ഫ്രെയിമുകളാണ് എവിടെ നോക്കിയാലും. പിന്നെ വളരെ കുത്തനെ ഉള്ളൊരു ഇറക്കമാണ്. പ്രായമായവരൊക്കെ വരുമ്പോൾ സൂക്ഷിച്ച് വരിക. പിന്നെ കുറേ നേരം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റും ഒക്കെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റിയൊരു ഇടമാണിത്. അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റ് എല്ലാം കണ്ട് യാത്ര ഇവിടെ തിരിക്കുകയാണ്. നമ്മളൊരു 2 days പ്ലാനാണ് നമ്മുടെ ഈ ട്രിപ്പ്. അപ്പം നമ്മളിനി അടുത്തൊരു റിസോർട്ട് ഓൾറെഡി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടുക്കി ഡിസ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഇടുക്കി ബോർഡറിലോട്ടാണ് നമ്മൾ ആ റിസോർട്ട് പോകുക. ഗ്രീൻ ഹിൽ എസ്റ്റേറ്റ് എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് റൂട്ട് വ്യക്തമായിട്ട് അറിയത്തില്ല, പക്ഷെ നമ്മളിപ്പോൾ അങ്ങോട്ട് തിരിക്കുകയാണ്. ഏകദേശം 2 മണിക്കൂറോ വേണമെന്നൊക്കെയാണ് പറയുന്നത്. വരുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഓരോ കുന്നുകളിലും തേയിലത്തോട്ടങ്ങളും തേയിലയുടെ എസ്റ്റേറ്റുകളുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയാലും തേയില തോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് കാണാനുള്ള നല്ലൊരു പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശം. ആ പ്രദേശത്തിലൂടെയാണ് ഇപ്പോൾ പോന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ 2 സൈഡിലോട്ട് നോക്കി ഡ്രൈവ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ പോകുന്ന ഈ ഒരു ഗ്രീൻ ഹിൽ എസ്റ്റേറ്റിലോട്ട് പോകുന്ന റൂട്ട് വളരെ എന്താ പറയുക, ഒരു ഓഫ് റോഡ് മൂഡാണ്. ഇപ്പം എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡ് തന്നെയാണ്. അപ്പോൾ 2 വശങ്ങളിലായിട്ടുള്ള ഒരു തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണിപ്പം.
ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്രീൻ ഹിൽ എസ്റ്റേറ്റ്. ഇത്രയും ട്രാവൽ ചെയ്ത് വന്നപ്പം ആ റോഡ് വളരെ മോശമാണെങ്കിലും അത്രയും ബുദ്ധിമുട്ടി നമ്മളിവിടെ വന്നെങ്കിലും ഈ എസ്റ്റേറ്റ് കണ്ടു കഴിയുമ്പം നമ്മൾ പറഞ്ഞറിയിക്കാത്തൊരു സന്തോഷമാണ്. ഭയങ്കര വൈബുള്ളൊരു എസ്റ്റേറ്റ് തന്നെയാണ്. എവിടെ നോക്കിയാലും തേയിലത്തോട്ടം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. എന്തായാലും നമുക്ക് റൂമൊക്കെ ഓൾറെഡി അവർ റെഡിയാക്കിയെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ റൂം. ഒരു 1 കോട്ടേജാണ് എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ സിംഗിൾ കോട്ടേജാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ കോട്ടേജും കാര്യമുണ്ട്. ഫാമിലി ആയിട്ടുള്ളവർക്കും വരാം, പിന്നെ ബാച്ചിലേഴ്സ്, പിന്നെ ഒരു ടൂർ പ്രോഗ്രാമായിട്ട് വരുന്നില്ല, കുറേ സ്കൂളിൽ നിന്ന് വരുന്നവർക്ക്. അപ്പോൾ ആ ലെവലുള്ള റൂമൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ ഫുഡ് നമുക്കൊരു ചെറിയൊരു ഹോട്ടൽ പോലെ ഉണ്ട്. ഹോട്ടൽ ഇവിടെ നടത്തുന്നതാണ്, നമുക്ക് ഇവിടുത്തെ ഗസ്റ്റിന് വേണ്ടിയുള്ളതാണത്. അത് നമ്മൾ മുൻകൂട്ടി ഫുഡ് ഓർഡർ നമുക്ക് ഒന്നുകിൽ റൂമിൽ വന്നെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ് അവിടെ വേണമെങ്കിൽ പോയി കഴിക്കാം. ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നേരത്തെ ഓർഡർ കൊടുക്കുന്നതനുസരിച്ചായിരിക്കും നമുക്ക് ഫുഡ് അവൈലബിലിറ്റി ഉള്ളത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇത് കണ്ടതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽസ് പറയാം. അപ്പം നമുക്ക് ഈ കാഴ്ചയിലേക്ക് പോകാം. നമുക്കിനി ഇവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. അത് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. അത് കൊടുക്കുന്നത് ഇപ്പം ഹണിമൂൺ കപ്പിൾസിന് മാത്രമേ അത് കൊടുക്കാറുള്ളൂ. ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ഉള്ളവർക്ക് കൊടുക്കാറില്ല. സേഫ്റ്റി പ്രോബ്ലമാണ് അവർ പറയുന്നത്. കുട്ടികൾ മുകളിൽ നിന്ന് വീഴും എന്നുള്ള ഇതിൽ റിസ്ക് എടുക്കാത്തതുകൊണ്ടാണ് അത് കൊടുക്കാത്തത്. കൂടുതലും ഹണിമൂൺ കപ്പിൾസിന് മാത്രമേ അത് കൊടുക്കാറുള്ളൂ. പിന്നെ സിംഗിൾ കോട്ടേജ് 2-3 ഉണ്ട്. നല്ല വ്യൂ ആണ്. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ നല്ല കാറ്റാണ്, അതുകൊണ്ട് നല്ല തണുപ്പുമുണ്ട്. മനോഹരമായ തേയിലത്തോട്ടത്തിൽ ഒരു ചായയൊക്കെ കുടിച്ച്, ഇത്രയും വലിയൊരു തേയിലത്തോട്ടത്തിൻ്റെ അകത്ത് വന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെ കണ്ടിങ്ങനെ ആസ്വദിക്കുക. അതിൻ്റെ കൂടെ നല്ല തണുപ്പും. ആ തണുപ്പും നല്ല പൊളി വൈബാണിപ്പം. അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നമ്മൾ നിൽക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് കുറച്ച് അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് നടക്കുകയാണിപ്പം. പ്ലാന്റേഷനൊക്കെ മൊത്തം കണ്ടിട്ട് മിച്ചില്ല എന്ന് വെച്ചു.
അങ്ങനെ ട്രീ ഹൗസ് കണ്ടപ്പോൾ പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി പോയി. അപ്പം നിങ്ങളൊക്കെ ഇനി ഇവിടെ റിസോർട്ടിലൊക്കെ വരുവാണെങ്കിൽ ഒരു നവംബർ ഡിസംബർ വരണം. നല്ല സൂപ്പർ തണുപ്പാണ്, നല്ല വൈബുള്ളൊരു റിസോർട്ട് തന്നെയാണിത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. എൻ്റെ റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് വേണ്ടെന്നറിയാം, എന്നിരുന്നാലും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും പറയുന്നു സൂപ്പർ റിസോർട്ടാണ്. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, സൂപ്പർ ഫുഡ്. ഗ്രീൻ ഹിൽ എസ്റ്റേറ്റിലോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം രണ്ട് മൗണ്ടൻസ് നമ്മൾ ഇറങ്ങി വരണം. പക്ഷെ അത് ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. ഇവിടെ വന്ന് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ വന്നു കഴിഞ്ഞാൽ സൂപ്പർ ഒരു സ്ഥലമാണ്, നല്ലൊരു വൈബുള്ള പ്രദേശമാണ്. അത് 100% ഗ്യാരണ്ടിയാണ്. ഫുഡായാലും പിന്നെ ബാക്കി ഇന്നൊരു ദിവസം നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അടുത്തൊരു വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ സ്വിമ്മിംഗ് പൂള്, ബാർബിക്യൂ, എല്ലാ ഫെസിലിറ്റീസും അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത പാർട്ടിൽ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ വേണം, അതുപോലെ സബ്സ്ക്രൈബും വേണം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്കിനി ഇതിൻ്റെ ബാലൻസ് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.